അങ്ങനെ നമ്മുടെ iOS 18.2.1 റിലീസായി കണ്ട് ഇന്നത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. iOS 18.2.1 ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേയധികം കൂട്ടുകാർക്ക് കുറേയധികം ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുകയും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ iOS 18 സോഫ്റ്റ്വെയർ ഇഷ്യൂവിനെ പറ്റിയും അതിന് നമ്മളെടുക്കേണ്ട പ്രിക്കോഷനെ പറ്റിയും ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ വേറൊരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങളുടെ ഡിസ്പ്ലേ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവുകയോ അടിച്ചു പോവുകയോ ചെയ്താൽ അത് എങ്ങനെയാണ് നമുക്ക് സർവീസ് ചെയ്യുക, അതിനുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. സോ iOS 18.2.1 ഫോളോ അപ്പ് റിവ്യൂ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. സോ ദിസ് ഇസ് ബിൻ സേവിയർ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം വന്നൊരു ബഗ് നമുക്ക് നോക്കാം. ഫോട്ടോസ് ആപ്പിലാണ് ഈ ഒരു മേജർ ബഗ് നമുക്ക് കണ്ടുവരുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ടെലിഗ്രാമിലേക്ക് കുറേ പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് ആപ്പ് എടുക്കുമ്പോൾ ഒരു ലൈൻ ഇതേപോലെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പിൽ മാത്രമാണ് കാണുക. ഫോൺ എടുത്ത് നമുക്ക് വേറെ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും ആ ഒരു ബഗിൻ്റെ ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്യുവർലി ഒരു സോഫ്റ്റ്വെയർ ബഗ് തന്നെയാണ്. iOS 18.2ലും 18.2.1ലും ഈ ഒരു ബഗ് കുറേയധികം കൂട്ടുകാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്താൽ മാത്രമാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു ഫോട്ടോസ് ആപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് പിന്നീട് വന്നൊരു ബഗ്ഗാണ് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ എന്ന് പറയുന്നത്. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ ബാറ്ററി ഓപ്ഷൻ എടുക്കുമ്പോൾ കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു ചാർട്ട് വല്ലാണ്ട് ഡീഗ്രേഡ് ആയ പോലെയാണ് കാണിക്കുന്നത്. ബാറ്ററി ഡീഗ്രേഡ് ആണ് അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻ. 2, ചാർജ് ചെയ്യുന്ന രീതി. 3, നമ്മുടെ ടെമ്പറേച്ചർ, വീട്ടിലും അല്ലെങ്കിൽ പുറത്തുണ്ടാവുന്ന ടെമ്പറേച്ചർ, നമ്മുടെ ഗെയിമിങ്. അതേപോലെ കുറേയധികം കൂട്ടുകാർ ഔട്ട്ഡോർ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ബാറ്ററി വല്ലാണ്ട് ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. ഇതൊന്നോ രണ്ടോ ദിവസമല്ല, മൾട്ടിപ്പിൾ ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് ബാറ്ററി നന്നായി ഡീഗ്രേഡ് ആവുന്നത്. സോ ആ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ ബാറ്ററി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബാറ്ററിയുടെ ബഗ് OSൽ തന്നെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഒരു മൂന്നാമത്തെ ബഗ് ഇഷ്യൂസ് ആണ് ആപ്പ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് വാട്സാപ്പ് ക്രാഷ് ആവുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം ക്രാഷ് ആവുന്നുണ്ട്, അതേപോലെ വേറെ കുറേ കൂട്ടുകാർക്ക് ഫിനാൻസ് ആപ്പുകൾ ക്രാഷ് ആവുന്നുണ്ട്. ഈ ഓരോ ആപ്ലിക്കേഷൻസ് ക്രാഷ് ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്, നേരെ ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ പോയിക്കൊണ്ട് നേരെ സെർച്ച് ചെയ്ത് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ വാട്സാപ്പ് എടുത്തു. ഞാൻ ഇപ്പോൾ ഈ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വാട്സാപ്പ് ആപ്ലിക്കേഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ബഗ്സോ ഇഷ്യൂസോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻസ് ഇതേപോലെ ക്രാഷ് ആവുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ വന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ വാട്സ് ന്യൂവിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ ഓരോ ഡെവലപ്പേഴ്സും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ക്രാഷിംഗ് ഇഷ്യൂവും ടെസ്റ്റ് ചെയ്ത് അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ആപ്പ് സ്റ്റോറിൽ കയറി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ ഫുള്ളി അപ് ടു ഡേറ്റ് ആണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. മേക്ക് ഷുവർ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ബാക്കപ്പും അതേപോലെ യൂസർ ഐഡിയും പാസ്വേഡൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു സെക്കൻഡ് മെത്തേഡ് അൺഇൻസ്റ്റാൾ ആൻഡ് റീഇൻസ്റ്റാൾ മെത്തേഡും വർക്ക് ആവാറുണ്ട്. ഈ ഓരോ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബഗ് മാറുന്നില്ലെങ്കിൽ അത് നമ്മുടെ iOSൻ്റെ സോഫ്റ്റ്വെയർ ബഗ് തന്നെയായിരിക്കും. സോ അടുത്ത അപ്ഡേഷനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ്
മൂന്നാമത്തെ മെത്തേഡിൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മുടെ iOS 18.2.1 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു അപ്ഡേഷനിൽ സെക്യൂരിറ്റി പാച്ചസോ യാതൊരു കാര്യങ്ങളോ ആപ്പിൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ iOS 18.2ലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും ഈ ഒരു അപ്ഡേഷൻ സ്കിപ്പ് ചെയ്താലും യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. കാരണം ഒരു CV എൻട്രീസ് പോലും ആപ്പിൾ കൊടുക്കാത്തതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന സെക്യൂരിറ്റി പാച്ചോ അപ്ഡേഷനോ നിങ്ങൾക്കും എനിക്കും അറിയില്ല. സോ iOS 18.3 വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്താലും ഇതിൻ്റെ നടുക്കുണ്ടാവുന്ന iOS 18.2.1 നിങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ആവും, അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ഡാറ്റ ഫയൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് iOS 18.3 ഇൻസ്റ്റാൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓവർ റൈഡ് ചെയ്ത് കയറിക്കോളും. അതോടൊപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെക്യൂരിറ്റി പാച്ചും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചേനെ. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിവൈസ് iTunes വഴി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും ആ ഒരു ഡിവൈസിലൂടെ അല്ലെങ്കിൽ iTunes എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും ശ്രമിക്കുക. ഇനി iOS 18.3 എന്നായിരിക്കും റിലീസ് ആവാൻ പോകുന്നത് വെച്ചാൽ മിക്കവാറും നമുക്ക് ഈ ഒരു മാസം ജാനുവരി അവസാനമോ അല്ലെങ്കിൽ ഏർലി വീക്ക് ഓഫ് ഫെബ്രുവരി ആയിട്ടായിരിക്കും iOS 18.3 ഒഫീഷ്യൽ റിലീസ് നമുക്ക് വരാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.2.1ൻ്റെ ഒരു ഫോളോ അപ്പ് റിവ്യൂവും അതേപോലെ നിങ്ങൾ ഈ അപ്ഡേഷൻ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കറക്റ്റ് കൺക്ലൂഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സോഫ്റ്റ്വെയറും അപ്ഡേഷൻസും എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും എല്ലാം നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Xavier signing from Evika.